മാവേലിയോടൊപ്പം എന്ന് പറയുന്ന കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്പെഷ്യൽ ഓണം പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പയ്യൻ്റെ ഊരെന്നറിയപ്പെടുന്ന പയ്യന്നൂർ. ഒരുപാട് പ്രത്യേകതകളുണ്ട് പയ്യന്നൂരിന്. എന്താണ് പവിത്ര മോതിരത്തിൻ്റെ ഒക്കെ ഒരു സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. പിന്നെ ചരിത്ര താളുകളിലൊക്കെ എഴുതപ്പെട്ട ഒരു സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളുള്ള പെരുങ്കളിയാട്ടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള പയ്യന്നൂരിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മാവേലിക്ക് പറക്കാൻ ഇഷ്ടമാണോ? പറക്കാൻ ഇഷ്ടമാണ്. പാതാളത്തിലൊക്കെ എങ്ങനെയൊക്കെ ഫ്ലൈറ്റിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പുതിയ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാതാളത്തിൽ ഒരു ഫ്ലൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള അത്രയും ഇതുണ്ട് ഇവർക്ക്. അതെയാ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് എത്തിയിരിക്കുന്നത് ഈ പറക്കുവാൻ വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന ഒരു പിടി നല്ല കൂട്ടുകാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസാറോ ഏവിയേഷൻ അക്കാദമിയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ലെസാറോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ കേട്ടിട്ടില്ല. ലെസാറോ എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനമാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ചിലപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ലെസാറോ എന്ന് പറയുന്നത്. പയ്യന്നൂർ ലെസാറോ ഏവിയേഷൻ അക്കാദമിയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മാവേലിയോടൊപ്പം എന്ന് പറയുന്ന മാവേലി സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ച് കാഴ്ചകളൊക്കെ കാണാം, അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. റെഡി? വാ. മാവേലിയോടൊപ്പം എന്ന ഷോ ആയിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലെസാറോ അക്കാദമിയിലാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ജോബി സാറും അതോടൊപ്പം തന്നെ പ്രിൻസ് സാറും ഞങ്ങളോടൊപ്പം ചെയ്യുകയാണ്. ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മാവേലിയോടൊപ്പം. ഓക്കെ, ഇവിടെ ഇപ്പോൾ പയ്യന്നൂർ ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി ലെസാറോ അക്കാദമി? പയ്യന്നൂർ നമ്മളിപ്പോൾ 14 വർഷമായിട്ട് 14 ലെസാറോ അക്കാദമി ഉണ്ട്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയായി പോകുന്നു. ഓക്കെ, ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇപ്പം 400-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശരി, അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. 14-ാമത്തെ വർഷം, അല്ല 14-ാമത്തെ വർഷമാണ് 15-ാമത്തെ വർഷം? 14-ാമത്തെ വർഷം. അതെ. ഇപ്രാവശ്യത്തെ ഒരു ഓണാഘോഷ പരിപാടികളൊക്കെ ഏതൊക്കെ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്? നമ്മളിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്നൂരിൽ ഇപ്പോൾ പുതിയ ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ ക്യാമ്പസിലേക്ക് മാറി നമ്മൾ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഒരു ആഘോഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓണസദ്യ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. ശരി, ഒരു ബിൽഡിംഗ്, പുതിയ ക്യാമ്പസിൻ്റെ ഒരു സൗന്ദര്യം കൂടിയുണ്ട് ഇപ്രാവശ്യത്തെ ഒരു ഓണാഘോഷത്തിലൂടെ. എന്തൊക്കെയാണ് സ്പെഷ്യൽ, എന്തൊക്കെയാണ് കോഴ്സസ് എന്തൊക്കെയാണ് വരുന്നത് ലെസാറോയിൽ കൂടുതലായിട്ടും? നമ്മൾ റൺ ചെയ്യുന്ന കോഴ്സുകൾ ബിവോക്ക്, ബാച്ചലർ ഓഫ് വൊക്കേഷൻ കോഴ്സുകളാണ്. അതിൽ ബിവോക്ക് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ബിവോക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ ബിവോക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് രണ്ടിൻ്റെയും ഡിപ്ലോമകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ BBA BCom കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിങ്ങനെ മാവേലിയോട് പറഞ്ഞിങ്ങനെ ലെസാറോയിലാണ് ഞങ്ങളുടെ ചിത്രീകരണമായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ മാവേലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാതാളത്തിലൊരു ഫ്ലൈറ്റിൻ്റെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാതാളത്തിലേക്ക് അല്ലേ? ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടിക്കാൻ വേണ്ടി ഇവിടെ ആകെ കാണിച്ചു തരാം. ആ വഴിയിലേക്ക് കൂടി സഞ്ചരിച്ചാൽ മതി. തീർച്ചയായും മാവേലി പറഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസമില്ല. ഇപ്പം 400-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതെ. ഈ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് 150-ൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൽ തന്നെ മൊബൈൽ കിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചിത്രീകരിക്കാൻ വേണ്ടി ഒരുപാട് വർഷമായി തോന്നുന്നു സാർ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വരുന്ന സമയത്ത് ഇത്രയും വളരെ വിപുലമായിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണസദ്യ അടക്കമുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ലെസാറോയുടെ പുതിയ ഒരു ബിൽഡിംഗ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പോൾ നമുക്കുള്ളത് പയ്യന്നൂരും മട്ടന്നൂരുമാണ്. നമുക്ക് ഏവിയേഷൻ കോഴ്സുകൾ, അതെ, മൊബൈൽ കോഴ്സായിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ ആലക്കോട് നമുക്ക് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
അവിടത്തേക്ക് ഏവിയേഷൻ്റെ ഒരു സംഭവം നമുക്ക് ഇല്ല, നമ്മളിപ്പോൾ ടൗണിൽ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഏവിയേഷൻ കോഴ്സുകൾ ഇവിടുത്തെ ഒരു ബേസിക് എന്താണ് പ്ലസ് ടു ആണോ അല്ലെങ്കിൽ SSLC എങ്ങനെയാണ് വരുന്നത്? നമുക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് നമുക്ക് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അതെ. അവരുടെ ഏവിയേഷൻ്റെ ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. അതെ. ഈ വർഷത്തിൽ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ആ കോഴ്സ് പഠിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കണം, നാട്ടിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോഴ്സൊക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സാധ്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഒരു പുതിയൊരു അധ്യയന വർഷമൊക്കെ ആരംഭിക്കാൻ പോണ സമയത്ത് തീർച്ചയായിട്ടും ഒരു +2 കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഓരോ കുട്ടികൾക്കും ഒരു ബേസിക് +2 കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വലിയൊരു ആഗ്രഹം ഏത് മേഖല എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് +2 കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഏവിയേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്ന കോഴ്സുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചേരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെസാറോ ബെസ്റ്റാണ്. കാരണം ഞങ്ങൾ മട്ടന്നൂരിൽ പോയിട്ടുണ്ടായിരുന്നു. മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാം ചിത്രീകരിക്കാൻ വേണ്ടി ലെസാറോ മട്ടന്നൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആ എപ്പിസോഡ് ചാനലിൽ വന്നതിന് ശേഷം അവിടുത്തെ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴ്സിനെ കുറിച്ചൊക്കെ, ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പയ്യന്നൂർ ലെസാറോയിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലെസാറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് 2 എപ്പിസോഡൊന്നും പോരാ, അത്രമാത്രം പറയാനുണ്ട്. അത്രയും കഴിവുള്ള കുട്ടികളാണ്. നമുക്ക് പഠനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കരിക്കുലർ അതിലൊക്കെ ഒരുപാട് എന്താ പറയുക മത്സരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ലെസാറോ അക്കാദമി. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് യാത്രകൾ പോകാനുള്ളത് കൊണ്ടാണ് സമയം വളരെ ചെറുത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഈ ഒരു ഓണ കാലഘട്ടത്തിൽ കണ്ണൂർ വിഷൻ ചാനൽ ഒരു സ്നേഹോപഹാരമാണ്. ഒരുപാട് കാലമായിട്ട് ഞങ്ങളോടൊപ്പം കണ്ണൂർ വിഷൻ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ്. ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിലെ പ്രേക്ഷകരോട് എന്താണ് പറയുക ഈ ഓണക്കാലത്ത്? കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ലെസാറോ ഏവിയേഷൻ അക്കാദമിയുടെയും ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു.